ഹലോ. ഓണത്തിന് അധിക ദിവസമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ലുക്കൊക്കെ തരുന്ന കരിമണി ഗോൾഡിൽ വരുന്ന ഒരു ഇയറിങ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതിന് നമ്മളിവിടെ നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ ബീഡും കരിമണി ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഹോള് വരുന്ന ടൈപ്പ് ബീഡ് ക്യാപ്പാണ്. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് ഈ ഒരു കമ്മലിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാതെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റഡ് ബേസ്, ചെറിയ സ്റ്റഡ് ബേസ് ഇതിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് B7000 ഗ്ലൂ വെച്ചിട്ട് ആദ്യം തന്നെ അതൊന്ന് ഒട്ടിച്ച് അവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ബീഡ്സൊക്കെ പുറത്ത് വരുമ്പോഴേക്കും ഇതവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും നന്നായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾ ഒട്ടിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതില്ലെങ്കിൽ തന്നെ സ്റ്റഡ് ബേസ് നമ്മൾ ബീഡ്സൊക്കെ കോർത്ത് വരുന്നതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ ബീഡ്സ് കോർക്കാനായിട്ട് ഞാനിവിടെ 0.3 ഗോൾഡ് കളറുള്ള കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട, എങ്കിലും കുറച്ച് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബീഡ്സൊക്കെ ഒന്ന് കോർത്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് കൊടുത്തിരുന്നു. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ അത് സപ്പോർട്ട് ചെയ്ത് തന്നു. ഒരുപാട് പേര് അത് കണ്ട് പഠിച്ചു എന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എംബ്രോയിഡറിയുടെ ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ ഫ്രീ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എംബ്രോയിഡറീസിൻ്റെ എല്ലാ സ്റ്റിച്ചസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മുടെ ഈ കോപ്പർ വയറിലേക്ക് നമ്മൾ ഗോൾഡൻ ബീഡ് ഒരു 7 ബീഡാണ് കേട്ടോ ഞാൻ കോർത്ത് കൊടുക്കുന്നത്. 4 mm ഗോൾഡൻ ബീഡാണ്. അതൊരു 7 എണ്ണം കോർത്തെടുക്കുന്നുണ്ട്. കമ്പിയിലായ കാരണം ഈ കമ്പി നമ്മൾ ഈ ബീഡ് കോർക്കുമ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ വളഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ അത് അതിലേക്ക് കയറാനൊരു ഇത്തിരി പ്രയാസം. അല്ലാതെ അതിൻ്റെ ഹോളൊക്കെ നമുക്ക് നോർമൽ ഹോളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കമ്പി ഇങ്ങനെ തുമ്പ് ചിലപ്പോൾ നമ്മളതിൽ കുത്തുന്ന സമയത്ത് അത് വളഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് തിരിച്ച് കോർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കോർത്തെടുക്കാൻ പറ്റും. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടത് കാണാൻ പറ്റും. പ്ലേലിസ്റ്റിൽ നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫുൾ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് വേണമെങ്കിൽ അത് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ബീഡ്സ് കോർത്തതിന് ശേഷം നമ്മൾ ആ കമ്പിയുടെ ഒരറ്റത്തേക്ക് ഈ ബീഡ്സിനെ കൊണ്ടുവരിക. ഒരു കമ്പി മാത്രം നമ്മൾ ഇതുപോലെ ലെങ്ത്തിലിട്ടിട്ട് ഒരു സൈഡ് ചെറിയ ലെങ്ത്ത് മതി. എന്നിട്ട് അതിനെ ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ചെറിയ ലെങ്ത്തിലിട്ടത് ഇതുപോലെ ബീഡിൻ്റെ അടിയിലൂടെ കോർത്ത് മുകളിലേക്ക് എടുക്കുക. 2-3 വട്ടം ഒന്ന് ചുറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്കത് ഒന്നും കൂടി ഒരു സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ആ ഒരു ഉള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് കോർത്തിട്ട് കട്ട് ചെയ്ത് കളയുന്നത്. 2 വട്ടം കോർത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഒരു ലെങ്ത്തിലുള്ള കമ്പി കട്ട് ചെയ്യരുത്, നമ്മൾ ആ ചെറിയ കമ്പി മാത്രം കട്ട് ചെയ്ത് മാറ്റുക. ഇനി ആ ഒരു ലെങ്ത്തിലുള്ള കമ്പിയിലേക്ക് നമ്മുടെ കരിമണി ബീഡാണ്, നമ്മൾ ക്രിസ്റ്റൽ ബ്ലാക്ക് ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ കോർക്കുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. നമ്മളിതുപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അതിന് ശേഷം ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ ഗ്യാപ്പിലൂടെ അടിയിൽ നിന്ന് ക്രിസ്റ്റലിൻ്റെ ഗോൾഡൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ എല്ലാ ഗോൾഡൻ ബീഡിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. ഫസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കോർത്ത് നിർത്തിയത് വരെ എല്ലാ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് വലിച്ച് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു ബീഡ് അവിടെ നല്ല രീതിയിൽ ഉറച്ച് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ലൂസായിട്ട് നിൽക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാ ബീഡിൻ്റെ ഉള്ളിലൂടെയും എല്ലാ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയും അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യരുത്. നമുക്ക് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഇതിൻ്റെ ബാക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റഡ് ബേസ് നിങ്ങൾക്ക് ആ ഒരു ബീഡ് ക്യാപ്പ് ഇല്ലാത്തതാണ് കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ഹോൾ ടൈപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് അതിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് കോർത്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടിയിലേക്കാണ് കേട്ടോ കമ്പി കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റഡിൻ്റെ ബേസിൻ്റെ ആ ഒരു ഹോളിലൂടെ, അതായത് ബീഡ് ക്യാപ്പിൻ്റെ ഹോളിലൂടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പി ബീഡിൻ്റെ അടിയിലേക്ക് വന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ബീഡ് ക്യാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കോർത്ത് കൊടുക്കുക കേട്ടോ. സ്റ്റഡ് ബേസ് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ കിട്ടും. അതിന് ശേഷം നന്നായിട്ട് വലിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഈ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ അടുത്ത ബീഡ് ക്യാപ്പിൻ്റെ ഹോളിലൂടെ മുകളിലേക്ക് കോർക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുപോലെ ബീഡിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കോർക്കുക. എന്നിട്ട് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബീഡ് ക്യാപ്പിൻ്റെ ഹോളിൻ്റെ തൊട്ടപ്പുറത്ത് ഒന്നുകിൽ 1-2 ഒരു ഗ്യാപ്പ് വിട്ടിട്ട്, ഒരു ഹോൾ വിട്ടിട്ട് കോർത്താൽ മതി. എല്ലാ ഹോളിലൂടെയും നമുക്കിത് കോർത്തെടുക്കാൻ പറ്റില്ല, ചെറിയ ക്യാപ്പാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കോർത്തതിൻ്റെ ഒരു ഹോൾ വിട്ടിട്ട് അടുത്തതിൽ കോർക്കും. ഒരു 2-3 എണ്ണം നമ്മളിങ്ങനെ 4 സൈഡും കോർത്തെടുക്കണം. അപ്പോൾ അതവിടെ കറക്റ്റ് ഫിക്സ് ആവുള്ളൂ. 4 സൈഡിലുള്ള ഓരോ ഹോളിലൂടെ നമ്മൾ കോർത്ത്
ഫിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് വിട്ട് കോർത്താൽ മതി. അത് ഇതുപോലെ കോർത്ത് കൊണ്ടുവരിക. അതിന് ശേഷം നമ്മൾ വീണ്ടും ബീഡിൻ്റെ അടിയിൽ നിന്ന് എടുക്കുക. വീണ്ടും നമ്മൾ ഇതുപോലെ അടുത്ത ഹോളിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കോർത്ത് ഞാൻ പറഞ്ഞ പോലെ 4 സൈഡിലും നമ്മളൊന്ന് കോർത്തിരിക്കണം. അപ്പോഴാണ് അത് ഇവിടെ കറക്റ്റ് ക്യാപ്പ് ഫിക്സായിട്ട് നിൽക്കുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ബീഡ് ക്യാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫുള്ള് ചുറ്റി കഴിഞ്ഞാൽ ഒരു വട്ടം 1-2 വട്ടം കൂടിയും ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ചുറ്റി കഴിഞ്ഞ് കമ്പി കട്ട് ചെയ്ത് കളയാട്ടോ. അത്ര മതി. ഈ ഒരു ക്യാപ്പ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ഫുൾ ബീഡ് ചുറ്റി കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടി ചുറ്റാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീഡിൻ്റെ അടുത്ത് നമ്മൾ ഫസ്റ്റിൽ ആ ചെറിയ കമ്പി ചുറ്റിയെടുത്ത പോലെ 2 വട്ടം ഒന്ന് ചുറ്റിയിട്ട് ആ കമ്പി കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഇതേ ബീഡ് ക്യാപ്പിൻ്റെ ഫുള്ള് ചുറ്റി വരുന്നുണ്ട്. അപ്പോൾ 4 സൈഡിൽ ചുറ്റി കഴിഞ്ഞാൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ക്യാപ്പ് അവിടെ ഫിക്സായി, സ്റ്റഡിൻ്റെ ബേസ് ഫിക്സായി എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ആ കമ്പിയുടെ ഒരറ്റം ഇതുപോലെ പ്രസ്സാക്കി വെച്ച് കൊടുക്കുക, കട്ട് ചെയ്ത ഭാഗം. ഇനി ഇതിലേക്ക് ഇത് നിങ്ങൾക്ക് സ്റ്റഡായിട്ട് മാത്രം വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ഞാനൊരു ചെറിയ ഹാങ്ങിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റഡ് മാത്രമായിട്ടാണോ അതോ ഹാങ് ചെയ്ത രീതിയിലാണോ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റഡ് ഇവിടെ സെറ്റായി. ഇനി ഇതിലേക്കൊരു ഹാങ്ങിങ്സ് കൊടുക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡും നമ്മൾ എടുത്തിട്ട് ഹെഡ് പിന്നിലിട്ട് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഹെഡ് പിന്നല്ലാതെ ഫ്യൂസ് സ്റ്റാറിലും ചെയ്യാം. ഫ്യൂസ് സ്റ്റാറിൽ ഇട്ടിട്ട് നമ്മുടെ ഗുങ്കുരു മേക്ക് ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹെഡ് പിന്നിലാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ അതെനിക്കൊരു അബദ്ധമായി. കാരണം ഈ ചെറിയ ബീഡ് ഒരെണ്ണമൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നല്ലപോലെ വേദന എടുക്കും കേട്ടോ. ചെറിയ ലെങ്ത്തിൽ നല്ല നമ്മൾ ഐപ്പിന് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ ഇവിടെ വളച്ചെടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കൈ നല്ല രീതിയിൽ വേദന എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വളച്ചെടുക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വളച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഗുങ്കുരു പോലെ ചെയ്താൽ മതി എന്നാണ്. നമ്മുടെ ഫ്യൂസ് സ്റ്റാർ ഇട്ടിട്ട് ബീഡിന് ഹോൾ വലുതാണ്, ഫ്യൂസ് സ്റ്റാർ ഇടുമ്പോൾ ഉരി പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ ബീഡ് ഇട്ടതിന് ശേഷം ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്യൂസ് സ്റ്റാറിൽ കറക്റ്റ് ആയിരിക്കും. അതിന് ശേഷം ഗുങ്കുരു മേക്ക് ചെയ്യുന്ന പോലെ നമ്മൾ വളച്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സൈഡ് റിങ് എടുക്കുക. നമ്മൾ ചെയ്ത് വെച്ച ബീഡ്സൊക്കെ ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ക്രിസ്റ്റൽ, അതായത് 2 ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൊരു ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് പിന്നെ വീണ്ടും 2 എണ്ണമാണ് ഇടുന്നത് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്കത് ഫുള്ള് നിറയെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടതിന് ശേഷം അതും ഇട്ട് കൊടുക്കുക. അതെങ്ങനെയാണോ നമുക്കിഷ്ടം ആ ഈ പാറ്റേണിൽ ചെയ്യാം. ഇനി ഇത് ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഗ്യാപ്പിലൂടെ ഇതുപോലെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം അതിനവിടെ ലോക്ക് ചെയ്യുക. നമ്മുടെ സൈഡ് റിങ് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹാങ്ങിങ് ആയിട്ടും കൂടി കമ്മൽ സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് ഹാങ്ങിങ് ആണോ അതുപോലെ സ്റ്റഡാണോ കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ്, ജ്വല്ലറിയും ഹെയർ ആക്സസറീസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജാസ്മിൻ്റെ ഒക്കെ മേക്കിംഗ് ക്ലാസ് ആയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.